നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാക്കാണ് ടാരിഫ്, അതായത് ഇറക്കുമതി ചുങ്കം. ഇപ്പോൾ അദ്ദേഹം ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. പേപ്പട്ടി ഓടി നടന്ന് കടിക്കുന്നത് പോലെ എല്ലാ രാജ്യങ്ങളോടും ഒരുതരം യുദ്ധ പ്രഖ്യാപനമാണ് കറങ്ങിത്തിരിഞ്ഞ് ഇന്ത്യക്ക് നേരെ അത് വന്നിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ US ഹണിമൂൺ, പ്രത്യേകിച്ച് ട്രംപ് വന്നപ്പോൾ ഉണ്ടായ ഒരു രണ്ടാം ഹണിമൂൺ ഉണ്ട്, അത് അവസാനിച്ചിരിക്കുന്നു. കൃത്യമായി പറയാം, ട്രംപിനോട് മുൻകാലത്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ പൊതു ജനസാമാന്യത്തിന്റെ ആ ഒരു താല്പര്യം വളരെ കുറഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, മറ്റേത് അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ അപകടകാരിയാണ് ട്രംപ്. പ്രത്യേകിച്ച് അദ്ദേഹം വെറും കച്ചവട മനസ്സോടുകൂടി തന്നെയാണ് എല്ലാ കാര്യങ്ങളും കാണുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ 25% ടാരിഫ് ഓഗസ്റ്റ് 1 മുതൽ നിലവിൽ വന്നു കഴിഞ്ഞു. ഓൾറെഡി എക്സിസ്റ്റിംഗ് 10% എല്ലാ രാജ്യങ്ങൾക്കും നേരെയുള്ള ടാരിഫ് ഉണ്ട്, ഇറക്കുമതി തീരുവയാണ്. അതോടൊപ്പം തന്നെ 25% ടാരിഫ്. അതിന് പുറമെ പിഴ ടാരിഫ് എന്ന് പറഞ്ഞാൽ റിറ്റാലിയേറ്ററി ടാരിഫ്. റഷ്യൻ എണ്ണ വാങ്ങുന്ന എല്ലാ രാജ്യങ്ങൾക്കുമെതിരെ അമേരിക്ക പ്രഖ്യാപിച്ച ടാരിഫ്. അത് എത്ര എന്ന് പറഞ്ഞിട്ടില്ല. ആദ്യം 500% എന്നൊക്കെ ട്രംപ് പറഞ്ഞു വെച്ചു, പിന്നീട് 100% എന്നാക്കി. യഥാർത്ഥത്തിൽ ഇന്ത്യക്കെതിരെ വരാൻ പോകുന്നത് എന്ത് എന്ന് നമുക്ക് അറിയില്ല. ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യ US ട്രേഡ് റിലേഷൻഷിപ്പിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് സിറ്റുവേഷൻ വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നത് ആ പശ്ചാത്തലത്തിലാണ്. നോക്കൂ, അമേരിക്ക ഇന്ത്യയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്, പ്രത്യേകിച്ച് ട്രംപ് ഇന്ത്യയിൽ നിന്നും വ്യാപാരപരമായി പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഒന്ന്, അമേരിക്ക ഇന്ത്യ വ്യാപാരത്തിലെ, ഉഭയകക്ഷി വ്യാപാരത്തിലെ ട്രേഡ് ഡെഫിസിറ്റ് വലിയ ഭീമമായ ഡെഫിസിറ്റ് ആണ്. $47 ബില്യൺ വ്യാപാര മിച്ചം ഇന്ത്യക്കുണ്ട് അമേരിക്കയുമുള്ള വ്യാപാരത്തിൽ. അതിനർത്ഥം $47 ബില്യൺ വ്യാപാര കമ്മി അമേരിക്ക അനുഭവിക്കുന്നു. Therefore, United States wants to improve the exports to India. Leaps and bounds. നിലവിൽ ഏതാണ്ട് $132 ബില്യൺ ഉഭയകക്ഷി കയറ്റുമതി ഇറക്കുമതിയും ചേർന്ന വ്യാപാരമാണ് അമേരിക്കയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ളത്. അത് നരേന്ദ്രമോദി ഫെബ്രുവരിയിൽ അമേരിക്ക സന്ദർശിച്ച വേളയിൽ $500 ബില്യൺ ഉയർത്തിക്കൊണ്ടുവരണം 2030. നല്ല കാര്യമാണ്, ശുഭപ്രതീക്ഷയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലാർജസ്റ്റ് വ്യാപാര പങ്കാളിയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആയ സ്ഥിതിക്ക് അത് അസാധ്യമായ കാര്യമൊന്നുമല്ല. പക്ഷേ ട്രംപിന്റെ ചില നിലപാടുകൾ, ടാരിഫ് പോലെയുള്ള നിലപാടുകൾ വലിയ ബുദ്ധിമുട്ട് വരുത്തുന്നു. ട്രംപ് ആഗ്രഹിക്കുന്നത് ഈ ഗ്യാപ്പ്, ട്രേഡ് ഡെഫിസിറ്റ് കുറച്ചുകൊണ്ടുവരിക. അങ്ങനെയെങ്കിൽ കൂടുതൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെടണം. അതിനായി ഇന്ത്യ വാതിലുകൾ തുറന്നു കൊടുക്കണം. പ്രത്യേകിച്ച് അഗ്രികൾച്ചറൽ സെഗ്മെന്റിന്റെ വാതിലുകൾ മലർക്ക തുറന്നിടണം. നമുക്കറിയാം, ഇന്ത്യൻ ഇക്കോണമിയുടെ ഏതാണ്ട് 70% പരമ്പരാഗതമായി കൃഷി അധിഷ്ഠിത ഇക്കോണമിയാണ്. ഇപ്പോൾ അത് 60% അടുപ്പിച്ച് നിൽക്കുന്നു. അവിടെ നമ്മുടെ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കഴിഞ്ഞില്ല എങ്കിൽ രാഷ്ട്രീയമായി, സാമ്പത്തികമായും രാഷ്ട്രീയമായും അത് വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ അമേരിക്കയിൽ ജനിതക രൂപാന്തരം വരുത്തിയ വിത്തിനങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാം, അല്ലെങ്കിൽ കയറ്റുമതി ചെയ്ത് ഇവിടെ എത്തിക്കാം എന്നതാണ് അമേരിക്കയുടെ മോഹമെങ്കിൽ അത് നടക്കില്ല ഒരു കാലത്തും. അപ്പൊ വ്യാപാരപരമായി കാർഷിക മേഖലയിൽ, പ്രത്യേകിച്ച് ബയോടെക്നോളജി മേഖല, ബയോ ഇൻഫോർമാറ്റിക്സ് മേഖല, അതുപോലെ ഈ ക്ഷീര ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട മേഖല, ജനിതക മാറ്റം വരുത്തിയ വിത്തനങ്ങളുടെ മറ്റ് കാർഷിക വിപണികൾ, ചോളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അമേരിക്കക്ക് അധികമുണ്ട്. അത് പല രൂപത്തിലും, കോൺഫ്ലോറിന്റെ രൂപത്തിലും മറ്റും ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് ഇന്ത്യ കർശനമായ തീരുവകളാണ് ഇപ്പോൾ ചുമത്തുന്നത്. അത് തുടരാനേ സാധ്യതയുള്ളൂ. അത് നടക്കില്ല. അത് നടക്കില്ല. അപ്പൊ അതാണ് അമേരിക്കയുടെ ഒരു ആഗ്രഹം. രണ്ടാമത്തെ ആഗ്രഹം, റഷ്യയുടെ എണ്ണ. റഷ്യ ഉപരോധം മറികടന്ന് പിടിച്ചു നിൽക്കുന്നത് ചൈനയ്ക്കും ഇന്ത്യക്കും എണ്ണ വിൽക്കുന്നത് കൊണ്ടാണ്. നോക്കൂ, കണക്കുകളൊന്ന് പരിശോധിക്കാം. റഷ്യയുടെ മൂന്നാമത്തെ വലിയ എണ്ണ കയറ്റുമതി രാജ്യമാണ് ഇപ്പോൾ ഇന്ത്യ. ചൈനയ്ക്കാണ് 1ാം സ്ഥാനം. അപ്പോൾ റഷ്യക്ക്
ഇത്രയധികം ഇന്ത്യയിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്യുന്ന ഒരു പതിവൊന്നും ഉണ്ടായിരുന്നില്ല. ഉക്രൈൻ യുദ്ധം സംഭവിച്ച 2022 ഫെബ്രുവരി വരെ റഷ്യയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്ന എണ്ണ തുലോം പരിമിതമായിരുന്നു. ഏതാനും ലക്ഷം ബാരൽ, അത് മാത്രം ഔപചാരികമായ സിംബോളിക് മാത്രം. ഇന്ന് ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ 35% റഷ്യൻ ക്രൂഡ് ഓയിലാണ്. റഷ്യൻ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുകയും അത് ഇന്ത്യയിൽ വലിയ റിഫൈനറികളുണ്ട്. എൽസാർ ഓയിൽ, റിലയൻസ് ഓയിൽ, ഇതൊക്കെ സ്വകാര്യ മേഖലയിലാണ്. ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ONGC എല്ലാം എണ്ണയുമായി ബന്ധപ്പെട്ട ശുദ്ധീകരണ പ്രവർത്തനങ്ങളാണ്. മൂല്യവർദ്ധനം വരുത്തി പെട്രോൾ, ഡീസൽ, കെറസിൻ, ഏവിയേഷൻ ഓയിൽ ഒക്കെ ആക്കിയതിനു ശേഷം ഈ പ്രോഡക്ട്സ് യൂറോപ്യൻ മാർക്കറ്റിലും മറ്റിടങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുകയാണ് ഇന്ത്യ പിടിച്ചു നിൽക്കുന്നത് അങ്ങനെയാണ്. കുറെ കാലമായി പെട്രോൾ, ഡീസൽ വിലവർദ്ധന ഒഴിവായി നിൽക്കുന്നത് റഷ്യയിൽ നിന്നും എണ്ണ ലഭിക്കുന്നത് കൊണ്ടാണ് എന്നോർക്കണം. $30 വരെ അന്താരാഷ്ട്ര വിപണിയിൽ നിന്നും വില കുറച്ചാണ് റഷ്യയിൽ നിന്നും ഇന്ത്യ ഓയിൽ വാങ്ങിയത് 2022-23 കാലത്ത്. 24 ആയപ്പോൾ ആ വ്യത്യാസം കുറഞ്ഞു വന്നു. ഇപ്പോൾ ഒരു $10 വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇന്ത്യക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ $10 വലിയൊരു വ്യത്യാസമൊന്നുമല്ല. അപ്പൊ അമേരിക്കയെ പ്രകോപിപ്പിക്കാതിരിക്കാൻ റഷ്യയിൽ നിന്നും വേണമെങ്കിൽ ഇറക്കുമതി കുറച്ചു കൊണ്ടുവരാം. അതിന് പകരം അതേ റേറ്റിൽ തരാൻ മധ്യപൗരസ്ത്യ പ്രദേശത്തെ സൗദി അറേബ്യയോ, നേരത്തെ ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നത് ഇറാഖിൽ നിന്നാണ്, ഇറാഖോ മറ്റു രാജ്യങ്ങളോ ഒക്കെ ഇപ്പൊ ഇറാനിൽ നിന്ന് ഇറക്കുമതി ചെയ്താൽ അതും ഉപരോധം നേരിടുന്ന രാജ്യമാണെന്ന് ഓർക്കണം. അപ്പൊ ഇറാൻ ഒഴികെയുള്ള മറ്റ് വെസ്റ്റ് ഏഷ്യൻ ഒപെക് രാജ്യങ്ങളിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യാൻ ആവും. അസാധ്യമായ കാര്യമൊന്നുമല്ല. അത് വേണോ എന്നത് രാഷ്ട്രീയമായ തീരുമാനമാണ്, കേവലം സാമ്പത്തികമായ തീരുമാനമല്ല എന്നുകൂടി ഓർക്കണം. അപ്പൊ ആ ഓപ്ഷൻ ഇന്ത്യയുടെ മുമ്പിലുണ്ട്. അപ്പൊ ട്രംപ് ആഗ്രഹിക്കുന്നത്, അമേരിക്ക ആഗ്രഹിക്കുന്നത് റഷ്യയിൽ നിന്നും ഇന്ത്യ ഒരു തുള്ളി എണ്ണ പോലും ഇറക്കുമതി ചെയ്യാത്ത അന്തരീക്ഷം. അത് സാധ്യമല്ല. ഇനി അടുത്ത ഒരു കാര്യം വളരെ നിർണായകമാണ്. അമേരിക്ക ആഗ്രഹിക്കുന്നതും ഇന്ത്യ വളരെ ശ്രദ്ധാപൂർവം ചുവടുവയ്ക്കുന്നതുമായ കാര്യമാണ് ബ്രിക്സിലെ ഒരു സാന്നിധ്യം. അപ്പം അമേരിക്ക നയിക്കുന്ന ലോക ക്രമത്തിനെതിരെയുള്ള ഒരു വികസ്വര രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് റഷ്യ, ചൈന, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. രാഷ്ട്രീയം എന്ന് പറയാനാവില്ല, ഒരു സാമ്പത്തിക ക്രമീകരണമാണ്, ഒരു ബദലാണ് ബ്രിക്സ്. ബ്രിക്സിന് ഒരു ബാങ്കുണ്ട്. പരസ്പരം ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം നടത്താൻ പ്രോത്സാഹനമുണ്ട്. ബ്രിക്സിന്റെ ആവശ്യങ്ങൾ പരസ്പരം പൂരകങ്ങളാണ്. പക്ഷെ ഒറ്റ പ്രശ്നം, ചൈനയും ഇന്ത്യയും തമ്മിൽ ചേരില്ല. അപ്പൊ അതൊരു വലിയ വിഷയമാണ്. ബ്രസീൽ, റഷ്യ, ചൈന, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, ഇതാണ് ഒറിജിനൽ രാജ്യങ്ങൾ. അതോടൊപ്പം തന്നെ 5 പുതിയ രാജ്യങ്ങളും കൂടി ചേർന്നിരിക്കുന്നു. അപ്പൊ ലോക സമ്പദ് വ്യവസ്ഥയുടെ 27.8% ബ്രിക്സിന്റേതാണ്. ഇപ്പോൾ 2024 അവസാനത്തെ കണക്കുകളാണ്. 2025 അവസാനത്തെ കണക്കുകൾ വരുമ്പോൾ, ഇപ്പോൾ വന്നിട്ടില്ല, വരുമ്പോൾ അത് 32% മാറുകയാണ്. അപ്പൊ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും എല്ലാം ചേർന്ന G7, യൂറോപ്യൻ യൂണിയൻ എല്ലാ രാജ്യങ്ങളുള്ള G7ന്റെ സമ്പദ് വ്യവസ്ഥയേക്കാൾ അത് 2025 അവസാനം 28.9, ഇപ്പോൾ 28.1 28.9 ബില്യൺ. ആ ഒരു അവസ്ഥയിലേക്ക് അത്രയും ശതമാനമായി അവിടെ തറച്ചു നിൽക്കുകയാണ്. ഭാവി വളർച്ച സാധ്യത തീർച്ചയായും ബ്രിക്സ് രാജ്യങ്ങൾക്കാണ്. അത് മാത്രമല്ല, ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 1,00,000 കോടി US$ തുല്യമാണ്. 1 lakh crore. ഒന്ന് ആലോചിച്ചോ, ഒന്നിനു ശേഷം 0 ഉപ്പാട് വരും. അത്രയും വലിയ വ്യാപാരം. അതിന്റെ പകുതിയും ഇപ്പോൾ പ്രാദേശിക കറൻസിയുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ഡോളറൈസേഷൻ ആണ് അവിടെ നടക്കുക. അതായത് ഡോളർ ടേംസിലല്ല കച്ചവടം, മറിച്ച് ഇന്ത്യ റഷ്യ തമ്മിലുള്ള കച്ചവടം ഏതാണ്ട് പൂർണ്ണമായും റൂബിൾ ടേംസിലാണ്. ചൈനയും ഇന്ത്യയുടെ തമ്മിലുള്ള കച്ചവടം അങ്ങനെയല്ല എന്ന് മാത്രമേ ഉള്ളൂ. ചൈനയും റഷ്യയും തമ്മിലുള്ള കച്ചവടം യുവാൻ റൂബിൾ ടേംസിലാണ്. ബ്രസീൽ, ഇന്ത്യ, ഇതെല്ലാം തന്നെ വ്യാപാരങ്ങൾ അത്രത്ത് കറൻസിയിൽ നടക്കുമ്പോൾ ഡോളറിന് ആഗോള പ്രസക്തി നഷ്ടപ്പെടും. ഇപ്പോഴേ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഡോളറിന്റെ മേധാവിത്വം പോയാൽ പിന്നെ അമേരിക്കയില്ല. ഇത് നന്നായി ട്രംപിനറിയാം. അതുകൊണ്ടാണ് ഇന്ത്യയോട് പറയുന്നത്, യൂട്യൂബ് റൂട്ടേഴ്സ്, ഇന്ത്യ ബിവെയർ. നിങ്ങൾ റഷ്യയുമായും ചൈനയുമായും ബ്രിക്സിലൂടെയുള്ള സാമ്പത്തിക സഹകരണം കുറച്ചുകൊണ്ട് വന്നേ മതിയാവൂ.
അമേരിക്കയുടെ അന്ത്യശാസനമാണ്. ഇതെല്ലാം നിന്നു കൊടുക്കാൻ ഇന്ത്യ അങ്ങനെ അങ്ങോട്ട് തയ്യാറാവില്ല. കാരണം ചരിത്രപരമായി ഇന്ത്യ പിന്തുണച്ചത് റഷ്യയാണ്. ഓർക്കുക, 71 യുദ്ധത്തിൽ അമേരിക്കയുടെ 7ാം കപ്പൽപ്പട ബേ ഓഫ് ബംഗാളിൽ ബംഗ്ലാദേശ് യുദ്ധ സമയത്ത് നിലയുറപ്പിച്ചപ്പോൾ റഷ്യൻ പ്രസിഡന്റ്, ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇവർ തമ്മിലുള്ള സവിശേഷ ബന്ധമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് അനുകൂലമായി പ്രവർത്തിച്ചത്. അതുകൊണ്ട് ചരിത്രത്തിലെ ഒരു ഘട്ടത്തിലും അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഇന്ത്യക്ക് ലഭിച്ചിട്ടില്ല എന്നോർക്കണം. അതുമാത്രമല്ല, പാകിസ്ഥാന് ഒളിഞ്ഞും തെളിഞ്ഞും എക്കാലത്തും അമേരിക്ക സഹായം ചെയ്തിട്ടുമുണ്ട്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം ഈ അടുത്ത കാലത്ത് വരുന്നു. നോക്കൂ, പാകിസ്ഥാനിൽ എണ്ണ പര്യവേഷണം, സിന്ധ് മേഖലയിൽ, ദക്ഷിണ പാകിസ്ഥാനിൽ, പ്രത്യേകിച്ച് കടൽ മേഖലയിൽ എണ്ണ നിക്ഷേപം ഉണ്ടെന്നാണ് കണ്ടെത്തൽ. അത് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ടെക്നോളജി പാകിസ്ഥാന്റെ കൈവശമില്ല. ടെക്നോളജി കൊടുക്കാൻ അമേരിക്ക തയ്യാറാണ്. ജോയിന്റ് വെഞ്ചേഴ്സിന് അമേരിക്ക തയ്യാറാണ്. അങ്ങനെയെങ്കിൽ ട്രംപ് പറഞ്ഞു വെച്ചു കഴിഞ്ഞ ദിവസം, ഒരുപക്ഷെ പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിൽക്കുന്ന കാലം അതിവിദൂരമല്ല എന്ന് വരെ പറഞ്ഞു വെച്ചു. മാത്രമല്ല, ട്രംപ് നോബൽ സമ്മാനം വാങ്ങാനിരിക്കുകയാണ്. പാകിസ്ഥാന്റെ അസീം മുനീറിനെ വിളിച്ച് ലഞ്ചും ഡിന്നറും ഒക്കെ കൊടുത്ത് നൊബേൽ സമ്മാനത്തിനുള്ള ഒരു സാക്ഷ്യപത്രം എഴുതി വാങ്ങി. ഇസ്രായേലും പാകിസ്ഥാനുമാണ് അമേരിക്കയ്ക്ക് നോബൽ സമ്മാനം, ട്രംപിന് പീസിന്, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുക്കണമെന്ന് നോബൽ സമാധാന കമ്മിറ്റിയോട് അഡ്വൈസ് ചെയ്യുന്നെന്ന് ഓർക്കണം. അപ്പോൾ പാകിസ്ഥാനെ ഒന്നും അങ്ങനെ പൂർണ്ണമായി വിട്ടുകളയാൻ ട്രംപ് തയ്യാറാവില്ല എന്ന ബോധ്യവുമുണ്ട്. അതുകൊണ്ടാണ് സുരക്ഷാ വിഷയത്തിൽ അടുത്ത ഘട്ടം, ഇപ്പം ഇന്ത്യ റഷ്യ ബന്ധം തുടരേണ്ടതിന്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ കച്ചവടം, വ്യാപാരം, സൈനിക മേഖലയിലേക്കും കടന്നു കയറണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നു. പ്രധാനമന്ത്രി മോദിക്കൊരു ഉപദേശം കൊടുത്തു. ഞങ്ങളുടെ F-35 സ്റ്റെൽത്ത് വിമാനങ്ങൾ നല്ലതാണ്, വേണമെങ്കിൽ നിങ്ങളായതുകൊണ്ടും നിങ്ങൾ സുഹൃത്തായതുകൊണ്ടും തരാം. പക്ഷേ $10 കോടി വില വരും ഒരു വിമാനത്തിന്. തരാം, അത്യന്താധുനികമാണ്, സ്റ്റെൽത്താണ്, റഡാറുകളെയൊക്കെ വെട്ടിച്ച് പായാൻ കഴിയുന്ന സ്റ്റെൽത്താണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടല്ലോ. അമേരിക്കയുടെ വിമാനങ്ങൾ നിലവിൽ ഇന്ത്യ കാര്യമായി ഉപയോഗിക്കുന്നില്ല എന്ന് ഓർക്കണം. ഇന്ത്യ മിറാഷ്, ഫ്രഞ്ച് നിർമ്മിത മിറാഷ്, ബ്രിട്ടീഷ് നിർമ്മിത ജാഗ്വാർ, ഫ്രഞ്ച് നിർമ്മിതമായ മറ്റു വിമാനങ്ങൾ, റഫാൽ ഉൾപ്പെടെയുള്ള ഏറ്റവും ആധുനികമായ ലേറ്റസ്റ്റ് വിമാനങ്ങൾ, റഷ്യയുടെ സുഖോയ് വിമാനങ്ങൾ എന്നിവയെല്ലാമാണ് ഉപയോഗിക്കുന്നത്. അതിന് പകരമല്ല, അതോടൊപ്പം തന്നെ അമേരിക്കയുടെ വിമാനങ്ങൾ കൂടി ഉപയോഗിക്കാൻ ഇനിയിപ്പോ ഇന്ത്യ തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് കാര്യമൊക്കെ കൊള്ളാം, കൂട്ട വ്യാപാരമൊക്കെ ഉണ്ട്. പക്ഷേ ഈ അടവശിഷ്ട നില മെച്ചമാകാൻ വേണ്ടി മാത്രമായി അമേരിക്കയിൽ നിന്നും വലിയ വിലയ്ക്ക് വിമാനങ്ങൾ, പ്രത്യേകിച്ച് ഇത്തരം വിമാനങ്ങൾ F-35 വിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ തയ്യാറാവില്ല. അതിനു പകരം റഷ്യ തയ്യാറാണ്. Su-57 വിമാനങ്ങൾ നല്ല വിമാനങ്ങളാണ്, അതിന് ഇക്വലന്റായ വിമാനമാണ്. അമേരിക്കയിൽ നിന്ന് വിമാനമില്ലെങ്കിൽ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ Su-57 വിമാനങ്ങൾ നൽകാൻ റഷ്യ തയ്യാറാണ്. അപ്പൊ ഇന്ത്യക്ക് എക്കാലത്ത് വേണ്ടിയിരുന്നത് വിമാനങ്ങളുടെ ഹാർഡ്വെയർ അല്ല, അതിന്റെ ടെക്നോളജിയാണ്. റഷ്യ തരാൻ തയ്യാറാണ്. മിഗ് വിമാനങ്ങൾ, MiG-29 ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതുപോലെ Su-57 ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാൻ അനുവാദം ലഭിക്കുന്നിടത്തോളം കാലം ആ ഡീലിനാണ് ഇന്ത്യ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു നീക്കുപോക്ക് പ്രതീക്ഷിക്കാനാവില്ല. അതിനും പുറമെയാണ് ശവപ്പെട്ടിയിൽ ഏതാണ്ട് അവസാന ആണിയാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റ്, 2 ദിവസം മുമ്പ് പാർലമെന്റിൽ നരേന്ദ്രമോദി അടിച്ചു വെച്ചത്. ട്രംപിന്റെ പേരൊന്നും എടുത്തു പറഞ്ഞില്ല, പക്ഷേ ലോകത്തെ ഒരു പുങ്കവനും ഞങ്ങൾക്ക് ഒരു സഹായവും ചെയ്തിട്ടില്ല. യുദ്ധം അവസാനിപ്പിക്കാൻ പലരും ക്ലെയിമുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ വെറുതെയാണ്. പാകിസ്ഥാന്റെ DGMO, ഇന്ത്യയുടെ DGMOയെ, ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷനെ വിളിച്ച് ആവശ്യപ്പെട്ട് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ തയ്യാറായി, ഞങ്ങൾ ലക്ഷ്യങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു, ഞങ്ങൾ ഓപ്പറേഷൻ സിന്ധൂർ അനുസരിച്ചുള്ള ആക്രമണം അവസാനിപ്പിച്ചു. ട്രംപിന്റെ മുഖത്തേറ്റ അടിയാണ്. 29 പ്രാവശ്യമാണ് അത് ഞമ്മളാണ് എന്ന് ട്രംപ് പറഞ്ഞു വെച്ചത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം സിന്ധൂർ അവസാനിപ്പിച്ചത് ട്രംപിന്റെ ഇടപെടലാണ്. ട്രംപ് ടാരിഫ് കാര്യം പറഞ്ഞുകൊണ്ട് വിരട്ടി. ഇന്ത്യ പാകിസ്ഥാനും പേടിച്ച 2 മാൻപേടകളെ പോലെ ഒപ്പുവെച്ചു. അങ്ങനെയല്ല എന്ന് ഇന്ത്യ തറപ്പിച്ച് പറയുന്നു. അതുകൊണ്ട് ഒരു നടക്ക് ഇത് പോവില്ല. അതുകൊണ്ട് ഇന്ത്യക്ക് ആവശ്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ അമേരിക്കയെ അല്ല, തേജസ് എയർക്രാഫ്റ്റിന് ഉൾപ്പെടെ എൻജിൻ നൽകാൻ അമേരിക്കയുടെ GE തയ്യാറായി. പക്ഷേ ഇതുവരെ സാധനം എത്തിയിട്ടില്ല.
അതുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആയ തേജസിന് ബദലായി ഉപരിയായി ഇപ്പോൾ ഒരു മിഡ് റേഞ്ച് എയർക്രാഫ്റ്റ്, മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് അത് തദ്ദേശീയമായി വികസിപ്പിക്കാൻ പോകുന്നു. അവിടെയും റഷ്യൻ സഹായം നിർണായകമായി വന്നേക്കാം. എല്ലാം ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്കയോടുള്ള വിധേയത്വം പടിപടിയായി കുറച്ചു കൊണ്ടുവരിക, ഒരു ഹണിമീൻ, ഒരു ദുസ്വപ്നം പോലെ, അല്ലെങ്കിൽ അത്ര ഓർക്കാൻ താല്പര്യമില്ലാത്തൊരു സ്വപ്നം പോലെ നീങ്ങിപ്പോകുന്നതായിരിക്കും. ട്രംപ് വന്നപ്പോൾ ഉണ്ടായ ഒരു ഹൈപ്പ് കുറച്ചുകൂടി യാഥാർത്ഥ്യ അധിഷ്ഠിതമായി ചിന്തിക്കണമെന്ന് ഇന്ത്യ ആഗ്രഹിച്ചതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പറഞ്ഞത് സ്വാശ്രയം, അതായത് ഇൻഡിജിനസ് പ്രൊഡക്ഷൻ ഓഫ് വെപ്പൺസ്, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂടുതൽ ആയുധങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കണം. നമ്മൾ ഒരു രാജ്യത്തെയും കണ്ണടച്ച് അമേരിക്ക ഉൾപ്പെടെ വിശ്വസിക്കേണ്ട, റഷ്യ ഉൾപ്പെടെ വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നതിന്റെ സൂചനയാണ്. അതുകൊണ്ട് അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം ചൈന നിയന്ത്രിച്ചതുപോലെ, ഇപ്പൊ ചൈനയുമായി $295 ബില്യൺ വ്യാപാര കമ്മിയാണ് അമേരിക്കയ്ക്കുള്ളത്. അപ്പൊ ചൈന വിരട്ടാവുന്നതിന്റെ പരമാവധി വരട്ടി. ചൈനയുമായി ഉള്ള വ്യാപാരത്തിൽ 30% കുറവുണ്ടായി. ഉഭയകക്ഷി വ്യാപാരത്തിൽ ചൈനീസ് എക്സ്പോർട്സ് ഫെൽ ബൈ 30%. പക്ഷെ ആകമാന ചൈനീസ് കയറ്റുമതി, ലോകത്തെ മറ്റ് രാജ്യങ്ങളുമായുള്ള ചൈനയുടെ കയറ്റുമതി കഴിഞ്ഞ 3 മാസം, ട്രംപ് വന്ന് ഇതെല്ലാം പറഞ്ഞതിന് ശേഷമുള്ള 3 മാസത്തിനുള്ളിൽ കൂടുന്ന കാഴ്ചയാണ് കണ്ടത്. ചൈനയ്ക്ക് പിടിച്ചു നിൽക്കാമെങ്കിൽ അമേരിക്കയുമായുള്ള വ്യാപാരം നിന്നുപോയാലും, കയറ്റുമതി പൂർണ്ണമായി നിന്നുപോയാലും അതിന്റെ ഇമ്പാക്ട് ഇന്ത്യ അസസ് ചെയ്തിരിക്കുന്നത് GDP വളർച്ചയിൽ ഒരു 0.2% കുറവ് വരും. 0.2% കുറവ് വരും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതൊരു കുറവല്ല. അത് പരിഹരിക്കാൻ മറ്റു രാജ്യങ്ങളും, യൂറോപ്യൻ യൂണിയനുമായും ചൈനയുമായി തന്നെ, ചൈനയുമായുള്ള രാഷ്ട്രീയ വൈജാത്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ചൈനയുമായും റഷ്യയുമായും ആഫ്രിക്കൻ രാജ്യങ്ങളുമായും എല്ലാം വർദ്ധിച്ച തോതിൽ വ്യാപാരം നടത്താമെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്കും അത് ഗുണകരമാകും. ട്രംപിന്റെ ഈ ഒരു കടന്നുകയറ്റം ചെറുക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി മറ്റ് രാജ്യങ്ങൾക്ക് കൂടുതൽ വ്യാപാരത്തിൽ ഏർപ്പെടേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് അമേരിക്കയെ സുഹൃത്തായി നിലനിർത്തി അവരുടെ പിഴിയലിന് വിധേയപ്പെടുന്നതിനേക്കാൾ നല്ലത് ശത്രുവെങ്കിൽ ശത്രു ഡീൽ ചെയ്യാൻ എളുപ്പമുണ്ട്, നമുക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ അമേരിക്ക ഒരു കാലത്തും ഇന്ത്യയുടെ വളർച്ചയല്ല ആഗ്രഹിച്ചത് എന്ന് വേദനയോടുകൂടി ഇന്ത്യ തിരിച്ചറിയുന്നു. ചൈനയെ തളയ്ക്കാൻ ഏഷ്യയിൽ ഒരു പങ്കാളി അത് മാത്രമായിരുന്നു ഇന്ത്യ. ആ ബന്ധം അധികം കാലം ആ രൂപത്തിൽ നിൽക്കില്ല. കച്ചവടം ഒരുപക്ഷെ അമേരിക്കയെ തൽക്കാലം പ്രീതിപ്പെടുത്താൻ ഓഗസ്റ്റ് 24-ാം തീയതി 6ാം റൗണ്ട് ചർച്ചയ്ക്കായി അമേരിക്കൻ നെഗോഷിയേറ്റേഴ്സ് വരുന്നു. അവരെ തല്ലിപ്പിടക്കി വിടുക എന്ന ഇന്ത്യയുടെ നയമല്ല. കിട്ടാവുന്നതെല്ലാം വാങ്ങിയെടുക്കുക. ചില കാര്യങ്ങളിൽ ചില കൺസെഷൻസ് ഒക്കെ ഉണ്ടാവും. ഹാർലി ഡേവിഡ്സൺ ബൈക്ക് കുറവെണ്ണമേ ഇറക്കുമതി ചെയ്യുന്നുള്ളൂ, അതിനൊക്കെ ടാരിഫ് കുറയും. ചില കാര്യങ്ങളിൽ ടാരിഫ് കുറച്ചുകൊണ്ട് വരാം. പക്ഷേ പൂർണ്ണമായി അമേരിക്കയ്ക്ക് കീഴടങ്ങാൻ, വ്യാപാര യുദ്ധത്തിൽ കീഴടങ്ങാൻ തയ്യാറല്ല എന്ന ഇന്ത്യയുടെ ദൃഢനിശ്ചയം ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം എടുത്തു കഴിഞ്ഞു. അഭിനന്ദനങ്ങൾ.